എന്താടി ഇവിടെ നോക്കുന്നേ? മുറിക്കകത്ത് എന്തൊരു ശബ്ദം കേട്ടു. നീ അങ്ങനെ പലതും കേൾക്കൂടി. അറിയാലോ ഇത് ആരുടെ മുറിയാണെന്ന്. നീ ഇവിടുന്ന് മാറിപ്പോവാൻ നോക്കിയേ. ഇതെന്റെ വീടാ. എവിടെ നിക്കണം നിക്കണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. അവനില്ലാത്ത നേരത്തെ നീയൊക്കെ ഈ മുറി കയറുന്നത് കൊണ്ടാ മുറിയും പൂട്ടിയിട്ട് അവൻ പോന്നത്. ഇനി മുറി കുത്തിപ്പൊളിക്കാൻ നോക്കിക്കോ. ഞാൻ ആരുടെ മുറി ഒന്നും കുത്തിപ്പൊളിക്കാൻ വേണ്ടി നോക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല. അതല്ല എനിക്ക് വല്ല സംശയവും തോന്നിയ ഏത് വലിയവന്റെ മുറിയാണെങ്കിലും ഞാനത് പൊളിക്കും. എനിക്കതിലൊരു ഭയവും ഇല്ല. എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തുറക്കടി. എന്നിട്ട് വേണമായിരിക്കും എന്നെ കള്ളിന്നുകൂടി വിളിക്കാൻ. പക്ഷെ ഈ മുറിയിൽ എന്തോ രഹസ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കണ്ടുപിടിക്കും. ഓ, നിന്റെ ഒടുക്കത്തെ ഈ സംശയം ഒന്ന് നിർത്ത്. നീ എന്തിനാടി എപ്പോഴും അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? ഇനിയെങ്കിലും അവനെ ഒന്ന് വെറുതെ വിട്ടൂടെ നിനക്ക്? അവനെ കറ തീർന്ന ഒരു ക്രിമിനലാ. അവന്റെ പുറകെ ഞാൻ നടക്കും. ഓ, ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്ത കയ്യോടെ ഞാൻ പിടിക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് സൗകര്യം പോലെ ആലോചിക്കാം. ആദ്യം നീ മര്യാദയ്ക്ക് ഇവിടുന്ന് മാറിപ്പോടി. സൗകര്യം ഇല്ലെങ്കിലോ? മനോഹര, എടാ മനോഹര, മനോഹര ഒന്ന് ഇവിടെ വരെ വരാൻ. വരട്ടെ, അച്ഛൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എനിക്ക് ഈ വീട്ടിൽ എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്ന്. മനോഹര, എന്താ അമ്മേ, എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നേ? ഓ, നിന്റെ മരുമോക്ക് ഇത് എന്തിന്റെ കേടാടാ? എന്താ മോളെ, എന്താ പ്രശ്നം? എന്തിനാടാ ഇവളിങ്ങനെ ശരത്തിന്റെ മുറിയുടെ മുമ്പിൽ പതുങ്ങി നിൽക്കുന്നേ? ദേ, സംശയം ഒരു രോഗമാ മനോഹര. എത്രയും പെട്ടെന്ന് ഇവളെ ചികിത്സിപ്പിക്കാ വേണ്ടത്. എന്റെ അച്ഛ മുറിയുടെ അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ട പോലെ തോന്നി. അതെന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ അച്ഛ? ശരത്തിന് മാത്രം എന്താ ഇത്ര രഹസ്യം? എവിടെ പോയാലും അവൻ ഈ മുറി പൂട്ടിയിട്ടേ പോകുന്നുള്ളൂ. എന്തിനിപ്പോ അങ്ങനെ ചെയ്യുന്നത്? അത് നിന്നെ ഒന്നും അവന് വിശ്വാസം ഇല്ലാത്തോണ്ടാ. ഓ, വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ താമസിക്കുന്നത്? അത് ശരിയാണല്ലോ മുത്തശ്ശി. നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ട് നമ്മളെ വിശ്വാസമില്ലെന്ന് പറയുന്നത് മോശമല്ലേ? നീ പുതിയ ആളാ. ഇതിലൊന്നും കയറി അഭിപ്രായം പറയാനുള്ള പക്വത നിനക്കായിട്ടില്ല. അത് മനസ്സിലായോ? അമ്മേ, എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ദേവിക മോള് പറഞ്ഞ തന്നെ അതിൻ്റെ ശരി. ഈ വീട്ടിൽ ഒരാൾ മാത്രം വീട് പൂട്ടിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. വീട് ദേവികമ്മയുടെ പേരിലായ സ്ഥിതിക്ക് ഈ വീട്ടിൽ ഏത് മുറിയും കയറി പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം ദേവികമ്മക്കുണ്ട്. ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദേവികമ്മളത് ചെയ്തിരിക്കും. ഓ, അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ലേ പറയൂ. ഓ, എന്ത് കൈവശം കൊടുത്തിട്ടാണാവോ നിന്നെ ഇവളിങ്ങനെ അടിമയാക്കിയത്? അമ്മേ, ആ കൈവശത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ: സ്നേഹം. സ്നേഹം